ഹലോ കൂട്ടുകാരെ, ഞാൻ അബ്ദുൽ റൌഫ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 2020 നടന്ന SLC മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കെമിസ്ട്രി രസതന്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മെയിൻ എക്സാമിനേഷന് SLC മെയിൻ എക്സാമിനേഷന് സഹായം ആവുമെന്ന പ്രത്യാശയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചിതമാണ്, ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. നമുക്ക് 4 സെക്ഷൻസ് ആയിട്ട് 20 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ സെക്ഷനിലെ ആദ്യ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആറ്റത്തിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ ഇൻ എൻ ആറ്റം? ഒരു ആറ്റത്തിൽ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, അപ്പോൾ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓപ്ഷൻസ് ആർ ഗിവൺ. 2p ഓപ്ഷൻ തന്നിട്ടുണ്ട്. 3f ആണ് അടുത്ത ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1s ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 4d ആണ്. യു ആർ ഗിവൺ വിത്ത് 4 ഓപ്ഷൻസ്. ഈ ഓപ്ഷനിൽ ഏതോ ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം ആവാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് പോസിബിൾ അല്ല, ഒരു ആറ്റത്തിൽ പോസിബിൾ അല്ലാത്ത ഒരു സബ് ഷെൽ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് സബ് ഷെല്ലുകൾ അല്ലെങ്കിൽ ഷെൽ. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഒരു ആറ്റത്തിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് നിൽക്കുന്നത് ഷെല്ലുകളിലാണ്. ഏതൊക്കെയാണ് ഷെല്ലുകൾ? ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് K എന്ന ഷെൽ. ഓക്കെ, അതായത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് K ഷെൽ എന്നാണ്. രണ്ടാമതൊരു ഷെല്ലുണ്ട്, അതിൻ്റെ പേര് L. മൂന്നാമത്തത് M. നാലാമത്തത് N. ഇങ്ങനെ നമുക്ക് ഷെല്ലുകളെ പേരിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ പഠിച്ച കാര്യമാണ്, ഷെല്ലുകൾക്കുള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകളിലാണ് ആരുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത്. ഏതൊക്കെയാണ് ആ സബ് ഷെല്ലുകൾ നോക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ. ഏതാണ് സബ് ഷെല്ല്? ആ സബ് ഷെല്ലിൻ്റെ പേരാണ് S സബ് ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? S-ഉം P-യും. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്. S-ഉം P-യും D-യും. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലുകളുണ്ട്. S, P, D ആൻഡ് F. അപ്പം വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. SPDF. ഒന്നാമത്തെ ഷെല്ലിൽ ഒറ്റ സബ് ഷെല്ല് മാത്രം S, രണ്ടാമത്തേൽ 2 സബ് ഷെല്ലുകൾ S-ഉം P, മൂന്നാമത്തേൽ SPD, നാലാമത്തേൽ SPDF. 4 സബ് ഷെല്ലുകൾ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് സബ് ഷെല്ലുകൾ. ഇതാണ് ഷെല്ല്, ഇതാണ് സബ് ഷെല്ല്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോയാൽ 2p എന്ന സബ് ഷെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ഷെല്ലിലെ P എന്ന സബ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലിലെ P എന്ന സബ് ഷെൽ. അപ്പോൾ അത് കറക്റ്റാണ്, കാരണം രണ്ടാമത്തെ ഷെല്ലിൽ എന്തുണ്ട്? P എന്ന സബ് ഷെല്ല് നമുക്കുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 3f. മൂന്നാമത്തെ ഷെല്ലിലെ F എന്ന സബ് ഷെൽ. മൂന്നാമത്തിൽ നമുക്ക് F എന്ന സബ് ഷെൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് റോങ് ആണ്, അത് ഇൻകറക്റ്റ് ആണ്, അത് പോസിബിൾ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ 1s എന്നാണ്. ഒന്നാമത്തെ ഷെല്ലിലെ S എന്ന സബ് ഷെൽ, അത് കറക്റ്റാണ്. ഒന്നാമത്തെ ഷെല്ലിൽ എന്തുണ്ട്? S എന്ന സബ് ഷെൽ ഉണ്ട്. പിന്നെ 4d, നാലാമത്തെ ഷെല്ലിലെ D എന്ന സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ D എന്ന സബ് ഷെൽ ഉണ്ട്. അപ്പം അത് കറക്റ്റാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഉത്തരം നമുക്ക് കിട്ടുക 3f ആണ് ഇവിടെ പോസിബിൾ അല്ലാത്ത ഒരു സബ് ഷെൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. പോളിത്തീൻ്റെ മോണോമർ ഏതെന്നാണ്? പോളിത്തീൻ എന്ന പോളിമറിൻ്റെ മോണോമർ എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: ക്ലോറിൻ, ഇത്തീൻ, വിനൈൽ ക്ലോറൈഡ് ആൻഡ് ഐസോപ്രീൻ. വളരെ സിമ്പിളായിട്ട്, വിച്ച് ഇസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആ പോളിമേഴ്സിനെ മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോളിമർ എന്താണ്? പോളിമർ ഇതാണ്: CH2 ഡബിൾ ബോണ്ട് CH2. ഇത്തീൻ എന്ന മോളിക്യൂൾ പോളിമറൈസ് ചെയ്ത് പോളിത്തീൻ, ഇതിൻ്റെ പേര് പോളിത്തീൻ എന്നാണ്. CH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ്. ഓക്കെ, ഇതിൻ്റെ പേര് പോളിത്തീൻ എന്നാണ്. പോളിത്തീൻ. ഓക്കെ, എത്തീൻ എന്ന മോണോമർ പോളിമറൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പോളിമറാണ് പോളിത്തീൻ. ഇത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: പോളിത്തീൻ്റെ മോണോമർ എത്തീനാണ്. നമുക്ക് അതിൽ തന്നെ ഓപ്ഷൻസ് പെട്ടെന്ന് കാണാം. ഇത്തീനാണ് ഇതിൻ്റെ പോളിമർ എന്ന് പറയുന്നത്. എന്താണ് പോളിമർ എന്ന് പറഞ്ഞാൽ? അനേകം മോണോമറുകൾ ലഘു തന്മാത്രകൾ കൂടി ചേർന്ന് വലിയ തന്മാത്രയായി മാറുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളിമറൈസേഷൻ. അങ്ങനെ വലിയ തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങനെ കിട്ടുന്ന വലിയ തന്മാത്രകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമർ. അപ്പം മോണോമേഴ്സ്, പോളിമേഴ്സ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോളിമർ ഏതാണ്? ഓക്കെ, ആ പോളിമർ നിങ്ങൾക്ക് കിട്ടാൻ സുഖമാണ്. CH2 ഡബിൾ ബോണ്ട് CHCl. ഇതിൻ്റെ പേര് വിനൈൽ ക്ലോറൈഡ് എന്നാണ്. N ടൈംസ് വിനൈൽ ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇതിൻ്റെ പേര് വിനൈൽ ക്ലോറൈഡ് എന്നാണ്. ഇത് പോളിമറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് കിട്ടുന്നത് CH2 സിംഗിൾ ബോണ്ട് CHCl
n ടൈംസ്. ഇതിൻ്റെ പേര് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പോളി വിനൈൽ ക്ലോറൈഡ്. അടുത്ത പോളിമർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പോളിമർ ടഫ്ലോൺ ആണ്. ടഫ്ലോൺ എങ്ങനെ നമുക്ക് കിട്ടുക? ടഫ്ലോണിൻ്റെ മോണോമർ ഏതാണ്? ടഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഇവിടെ എച്ചിന് പകരം നമ്മൾ എന്താക്കിയാൽ മതി? F ആക്കിയാൽ മതി. ടെട്രാ ഫ്ലൂറോ എത്തീൻ, CF2 ഡബിൾ ബോണ്ട് CF2 ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ടെട്രാ ഫ്ലൂറോ ഇത്തീൻ എന്ന് പറയുന്നത് അത് n ടൈംസ് എടുത്തു കഴിഞ്ഞാൽ what you will get CF2 സിംഗിൾ ബോണ്ട് CF2 n ടൈംസ്. ഇതിൻ്റെ പേര് ടെഫ്ലോൺ എന്നാണ്. അപ്പം നമുക്ക് എല്ലാ പോളിമേഴ്സും നിങ്ങൾ പഠിക്കാനുള്ള 3 പോളിമേഴ്സ്, പോളിത്തീൻ അതിൻ്റെ മോണോമർ എത്തീൻ, PVC പോളിവിനൈൽ ക്ലോറൈഡ് അതിൻ്റെ മോണോമർ വിനൈൽ ക്ലോറൈഡ്, മൂന്നാമതായി ടെഫ്ലോണിൻ്റെ മോണോമർ ടെട്രാ ഫ്ലൂറോ എത്തീൻ, 1,1,2,2 ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്നും അതിനെ പറയാറുണ്ട്. ഓക്കെ, ഇതിനായി ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഈ 3 പോളിമേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് 10th. ഇപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഡാഷ് എന്നറിയപ്പെടുന്നു. ദാറ്റ് മീൻസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ relation between the volume of a gas and number of moles is known by the law, which is the law related by this one. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ തന്നിട്ടുണ്ട്: ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ദെൻ ബോയ്സ് ലോ ആൻഡ് ലാഷാർലിയ പ്രിൻസിപ്പിൾ. സോ നമുക്ക് എല്ലാ ലോസും ഒന്ന് പെട്ടെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു number of moles at constant temperature and pressure. At constant temperature and pressure, the volume of a gas is directly proportional to the number of moles. This law is known as Avogadro's law. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് Avogadro's law. Avogadro's law. Okay. Then the second law, it is volume is inversely proportional to pressure at constant temperature, and the number of moles also should be constant. This law is known as Boyle's law. This law is known as Boyle's law. That means at constant temperature, the volume of a definite amount of gas is directly inversely proportional to the pressure. And the third law, which is V proportional to the temperature at absolute scale at constant pressure and number of moles also should be same and should be same, is called Charles law. Is called Charles law. These 3 laws that are Avogadro's law, Boyle's law and Charles law, in which first Avogadro's law, volume is directly proportional to number of moles, constant temperature and pressure. Volume is inversely proportional to pressure, constant temperature and number of moles should be constant. Then volume is directly proportional to the temperature at absolute scale at constant pressure and number of moles should be constant. It's called the Charles law. So these are A, B, C: Avogadro's law, Boyle's law and Charles law. Which is the ആൻസർ ഫോർ ദിസ് വൺ? സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളും ഉണ്ടാവും. അപ്പം സ്ഥിര താപനില മർദ്ദം ഇസ് റിലേഷൻ. ദിസ് ഈസ് Avogadro's law is the answer for the third question. Avogadro's law ആണ് അതിൻ്റെ, അവഗാഡ്രോയുടെ നിയമമാണ് ആ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ദാറ്റ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ NaCl, സോഡിയം ക്ലോറൈഡ് NaCl ആണ്, വൈദ്യുതി വിശ്ലേഷണം ചെയ്യുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകമാണ്. ദാറ്റ് മീൻസ് വിച്ച് ഓഫ് ദ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ് വെൻ ദി ഇലക്ട്രോളിസിസ് ഓഫ് ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. നമുക്കൊന്ന് പരിശോധിക്കാം. മോൾട്ടൺ NaCl, ദാറ്റ് മീൻസ് NaCl ആണ്. NaCl 2 ടൈപ്സ് ഓഫ് അയോൺസ് ആണ് മോൾട്ടൺ NaCl ഉണ്ടാവുക. അതേതൊക്കെയാണ്? Na പ്ലസും Cl മൈനസും. ഈ 2 തരം അയോൺസ് ആണ് ഉണ്ടാവുക. സോ നമുക്കതിൻ്റെ ഇലക്ട്രോളിസിസ് ഒന്ന് നോക്കാം. ഇലക്ട്രോളിസിസ്. ഇതിൽ 2 ടൈപ്സ് ഓഫ് അയോൺസ് ആണുള്ളത്. ഏതൊക്കെയാണ് അയോൺസ്? Na പ്ലസും Cl മൈനസും. Na പ്ലസും Cl മൈനസുമാണ് നമ്മുടെ അയോൺസ്. ആൻഡ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യണം. ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ്സ് വെച്ച് ദെൻ കറണ്ട് പാസ് ചെയ്തു. പോസിറ്റീവ് ഇലക്ട്രോഡ്. This is the positive electrode and this is the negative electrode. What happens when electricity is passed? അറിയാവുന്നതാണ്. The negatively charged anion moves towards the positive electrode. That means the Cl minus moves towards the positive electrode and Cl minus moves towards the positive electrode and it loses an electron. That means it forms Cl plus electron. For balancing this one, 2 Cl minus gives Cl2 plus 2 electron. Okay, that means
രണ്ട് Cl- വന്നിട്ട് രണ്ട് ഇലക്ട്രോണുകളെ ലോസ് ചെയ്ത് Cl2 ഗ്യാസ് ആയിട്ട് മാറും. സോ ആനോഡ്, ദിസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. ഈ പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടക്കുന്ന സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താ? ആനോഡ് എന്നാണ്. സോ ആനോഡിൽ നമുക്ക് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് Cl2 ക്ലോറിൻ ഗ്യാസ് ആണ്. Then what happens to Na+? Na+ is positively charged. Okay, positively charged Na+ moves towards the negative electron and accept a electron who gains an electron, and it forms Na, that means sodium. It's called reduction. Reduction നടക്കുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? It's called reduction, and the reduction cell is called cathode. അപ്പം കാഥോഡിൽ നമുക്ക് സോഡിയം മെറ്റലും ആനോഡിൽ ക്ലോറിൻ ഗ്യാസുമായിരിക്കും electrolysis of molten NaCl കിട്ടുക. So answer is chlorine. Chlorine ആയിരിക്കും നമുക്ക് ആൻസർ. Then we goes to fifth question. ചോദ്യം ഇതാണ്, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇരുമ്പിൻ്റെ തന്നിട്ടുണ്ട് അയൺ ഹെമറ്റൈറ്റ്, അയൺ ഹെമറ്റൈറ്റ്, ഹെമറ്റൈറ്റ് ആൻഡ് അലൂമിനിയം. ചോദ്യം ഇതാണ്, അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണെന്ന്. We know that the ore of iron is hematite or magnetite. Hematite എന്ന് പറഞ്ഞിരിക്കുന്നത് the ore of iron is hematite. Hematite ഫോർമുല എന്താ? Fe2O3. ഓക്കെ, Fe2O3 എന്നും. സോ വാട്ട് ഈസ് ദ ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർ എന്താണ്? ബോക്സൈറ്റ് ആണ്. ദ ആൻസർ ഈസ് ബോക്സൈറ്റ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ബോക്സൈറ്റ്? Al2O3 2H2O. Al2O3 2H2O is the ore of aluminum. It is ബോക്സൈറ്റ്. അപ്പം ആൻസർ ബോക്സൈറ്റ് ആണ്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആറാമത്തെ ചോദ്യം, ഓക്കെ, ദ സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ജലത്തിൻ്റെ H2O മോളിക്കുലാർ മാസ് 18 ആണ്. ഓക്കെ, നമുക്കറിയാം ജലം H2O ഇതിൻ്റെ മോളിക്കുലാർ മാസ് 2H, ദാറ്റ് മീൻസ് 2 into 1 പ്ലസ് ഓക്സിജൻ്റെ 16 അറ്റോമിക് മാസ്, ടോട്ടൽ 18 നമുക്ക് തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ വിത്ത് ദാറ്റ് 18 ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ് എന്നായിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസ് 1 gm ഓഫ് H2O. ഒരു ഗ്രാം മോളിക്കുലാർ മാസ് H2Oയുടെ മാസ് എത്രയാണെന്ന്. 1 ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പം നമുക്ക് അറിയാം 1 gm എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പം 1 gm ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഈസ് 18 ഗ്രാം. മറന്നു പോകരുത്, 18 ഗ്രാം ആയിരിക്കും അതിന് ഉത്തരം. 1 gm 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 ഗ്രാംസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ദെൻ ബി ക്വസ്റ്റ്യൻ ഈസ് 180 grams ഓഫ് H2Oയിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എത്ര മോൾസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഉണ്ട്, എത്ര GM നമുക്കറിയാം. അപ്പം ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given mass is 180 gram. ക്വസ്റ്റ്യനിൽ ഉണ്ട് നമുക്ക് 180 grams ആണ്. 180 ഡിവൈഡ് ബൈ GM എന്ന് പറയുന്നത് 18 ആണ്. സോ എത്ര മോൾസ് ഉണ്ടാവും? 10 മോൾസ്. എത്ര മോൾസ് ആണ്? 10 മോൾസ്. അപ്പം 180 grams ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര മോൾ ഉണ്ടാവും? 10 മോൾസ് ഉണ്ടാവും. അതിൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു what is number of molecules? Number of molecules. Okay, number of molecules is equal to 10 into Na or 6.022 into 10 to the power 23 water molecules. H2O molecules. Okay, H2O molecules. Okay, number of moles 10 ആണ്. number of molecules എന്ന് പറയുന്നത് 10 into 6.022 into 10 to the power 23 water molecules ആണ്. Seventh question ഇതാണ്, ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് ഹെമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത്. നമുക്കറിയാം hematite is converted to iron by using blast furnace. Question A, ബ്ലാസ്റ്റ് ഫർണസിൽ അയണിനൊപ്പം ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഹെമറ്റൈറ്റിൻ്റെ കൂടെ പിന്നെ അയൺ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റിൻ്റെ കൂടെ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം ബ്ലാസ്റ്റ് ഫർണസ് നമുക്കറിയാം. ആ പ്രോസസ്സുകളൊന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇഫ് ഇറ്റ് ഈസ് ദ ബ്ലാസ്റ്റ് ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന ആരൊക്കെയാണ്? ഇറ്റ് ഈസ് ഹെമറ്റൈറ്റിനെ ചേർക്കുന്നുണ്ട്, Fe2O3 ഹെമറ്റൈറ്റിനെ ചേർക്കുന്നുണ്ട്. കൂടെ രണ്ടാളെ ചേർക്കുന്നുണ്ട്. മറ്റ് ആരൊക്കെയാണ്? ഒന്ന് കാൽസ്യം കാർബണേറ്റ്, CaCO3 കാൽസ്യം കാർബണേറ്റ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൂക്ക്, കാർബൺ അല്ലെങ്കിൽ കൂക്കിനെയും ചേർക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഉത്തരമായി കാൽസ്യം കാർബണേറ്റും കോക്ക് കാർബണുമാണ് അതിൻ്റെ കൂടെ ചേർക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം അതാണ്.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റ് ഫർണസിലെ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏതാണ്? വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും റോളം നോക്കാം പെട്ടെന്ന്. വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽസ്യം കാർബണേറ്റ്? കാൽസ്യം കാർബണേറ്റ് ഇവിടുത്തെ റോൾ എന്താണ്? ഇവിടെ ഹീറ്റ് കണ്ടീഷൻ നമുക്കറിയാം. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് കണ്ടീഷനിൽ എന്താവും? ഇറ്റ്സ് ഡികമ്പോസസ് ടു CaO പ്ലസ് CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അത് ഡീകമ്പോസ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി CO, കാൽസ്യം ഓക്സൈഡ്. ഇവിടുത്തെ കാൽസ്യം ഓക്സൈഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെമറ്റൈറ്റിൽ നമ്മളതിനെ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലും അതിലുണ്ടാവുന്ന ഒരു അപദ്രവ്യമാണ്, ഒരു മാലിന്യമാണ് സിലിക്ക, SiO2. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സിലിക്ക, SiO2. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്യാങ് എന്നാണ്. എന്താ വിളിക്കുന്ന പേര്? ഗ്യാങ് എന്നാണ്. ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ബേസിക്കായ ഒരു ഫ്ലക്സാണ് CaO. സോ ദിസ് ഗ്യാങ് പ്ലസ് CaO, ദിസ് ഈസ് നോൺ ആസ് ഫ്ലക്സ്, ഇറ്റ് ഗിവ്സ് യു CaSiO3 ഈസ് കോൾഡ് സ്ലാഗ്. ഇതിനെ വിളിക്കുന്ന പേര് സ്ലാഗ് എന്നാണ്. അപ്പം ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? സ്ലാഗ് കിട്ടും. ഈ സ്ലാഗിനെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ, അല്ലെങ്കിൽ എളുപ്പത്തിൽ റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പം വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇൻ അയൺ മെറ്റലർജി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദി കാൽസ്യം കാർബണേറ്റ് ഓർ ലൈം സ്റ്റോൺ decomposes when heating to calcium oxide and carbon dioxide, and this calcium oxide not to be flux in iron metallurgy, and it is combines with the SiO2, the acidic SiO2, this is the basic one, and forms the slag KaSiO3, which can be removed easily. This is the role of calcium carbonate. Then what is the role of coke? Carbon role enna? This carbon combines with oxygen, it forms carbon dioxide inside the blast furnace. Blast furnace in ഉള്ളിൽ അത് കാൽസ്യം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 again combines with a carbon and forms 2CO. This is carbon monoxide. This carbon dioxide again combines with the carbon to form carbon monoxide, and this carbon monoxide is the reducing agent in iron metallurgy. That means this hematite Fe2O3 plus CO is, we get Fe plus CO2. You can balance this equation by putting 3, putting 2 and putting 3 here. Okay, this is the equation for that. This hematite is reduced by carbon monoxide. ഇനി എട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. The eighth question ഇതാണ്. അയണിൻ്റെ രണ്ട് ക്ലോറൈഡുകളാണ് FeCl2 and FeCl3, ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഓക്കെ, given the atomic mass of iron is given, and what question A, ഇതാണ് ചോദ്യം. FeCl2ൽ Feയുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക. വളരെ സിമ്പിളാണ്, നമുക്കറിയാം FeCl2 and FeCl3 ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Feയുടെ നമുക്കറിയില്ല, ബിക്കോസ് Fe is a transition metal. Fe എന്താണ്? ഒരു സംക്രമണ മൂലകമാണ്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ആയിരിക്കും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആൾക്കാരാണ് ഡിബ്ലോക്ക് എലമെൻറ്റ്സ്. അതുകൊണ്ട് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ പക്ഷേ നമുക്കറിയാം. ക്ലോറിൻ്റെ എത്രയാണ്? -1 ആണ്. അത് നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, രണ്ടിനും FeCl2 ആയാലും FeCl3 ആയാലും -1 ആയിരിക്കും. ക്ലോറിൻ്റെ ഹാലജൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ആണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ എലമെൻസിൻ്റെ ഈ രണ്ട് ആറ്റത്തിൻ്റെയും ഓക്സിജൻ സ്റ്റേറ്റ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം, വേണമല്ലോ. അപ്പോൾ നമുക്കറിയില്ല Feയുടേത്. നമുക്ക് എക്സാമ്പിൾ X എന്ന് കൊടുത്തു. Feയുടെ എത്രയാണ്? X എന്ന് കൊടുത്തു. Clൻ്റെ നമുക്കറിയാം -1 ആണ്. അപ്പം ഇതിൻ്റെ Y എന്ന് വിചാരിച്ചോളൂ. അപ്പം X plus Y should be 0. X plus Y എന്ത് കിട്ടണം? 0 കിട്ടണം. ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ ഉപയോഗിച്ച് X നമുക്കറിയില്ല, X plus Y പക്ഷെ നമുക്കറിയാം. എത്രയാണ് Y? ഒരു ക്ലോറിൻ്റെത് -1 ആണ്. അപ്പോൾ എത്ര ക്ലോറിൻ ഇവിടെ ഉണ്ട്? 2. ദാറ്റ് മീൻസ് X plus 2Y is equal to 0. കാരണം രണ്ട് വൈകളുണ്ട്. ക്ലോറിൻ്റെത് Y ആണ്, രണ്ട് വൈകളുള്ളതുകൊണ്ട് X plus 2Y is equal to 0 is the mathematical relation here. So X plus 2 into Y എത്രയാണ്? -1 is equal to 0. From here X is equal to +2. അപ്പം FeCl2ൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe, അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. സിമിലർലി FeCl3ൽ ഇതേ റിലേഷൻ ഉപയോഗിക്കാൻ നമുക്ക് X for iron and this put chlorine, Y for this chlorine, and the relation is X plus 3Y is equal to 0. That means
x plus 3 into minus 1 is equal to 0, x is equal to plus 3. അപ്പം FeCl2 plus 2, FeCl3 plus 3 ആയിരിക്കും കിട്ടുക. The B part of the 8th question is Fe3 പ്ലസിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3 പ്ലസ് 3 ഇലക്ട്രോൺ ലോസ് ചെയ്ത Feയുടേതാണ് നമുക്ക് എഴുതേണ്ടത്. ആദ്യം നമുക്ക് Feയുടെ എഴുതാം. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് Fe? ഇറ്റ് ഈസ് 26. Fe ആണ് 26. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s2, 3d6, 26. Okay, 2, 4, 10, 12, 18, then 20, 26. നമുക്കറിയാം 4sലായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക, then after 3d നമുക്കറിയാവുന്നതാണ് ഓർഡർ. then what about Fe3 പ്ലസ്? Fe3 പ്ലസിൻ്റെത് എന്തായിരിക്കും? Feയുടേതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. Fe3 പ്ലസ് മീൻസ് 3 ഇലക്ട്രോൺ ലോസസ് ഫ്രം Fe. 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് 3 ഇലക്ട്രോൺസ് പോവുക? അതിൻ്റെ വാലൻസ് ചെല്ലുന്നതായിരിക്കും. അത് അവസാനമുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും പോവുക. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 3 പ്ലസിൻ്റെ 1s2, 2s2, 2p6, 3s2, 3p6. ദെൻ നമുക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണം. എവിടെ നിന്നാണ് ഏറ്റവും ഫസ്റ്റ് പോകേണ്ടത്? വാലൻസ് ഷെൽ. അപ്പോൾ 4s എന്നായിരിക്കും ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ 3d നമുക്ക് എഴുതാം. 4s 2 ഇലക്ട്രോൺസ് അവിടെ എന്തായാലും പോകും, കാരണം 3 ഇലക്ട്രോൺസ് നമുക്ക് ലോസ് ചെയ്യണം. അപ്പം 4s 0. 3d ന്ന് 3 ഇലക്ട്രോൺ പോകും. 2 എവിടെ നിന്ന് പോകും? 1 ഇവിടെ നിന്നും പോകും. സോ 3d 5. 4s 0. 4s എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എഴുതാം. 3d 5. ഓക്കെ, ദിസ് ഇസ് ദ 8th ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇതായിരിക്കും. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. CnH2n എന്ന പൊതു സമവാക്യമുള്ള ഹൈഡ്രോ കാർബണുകൾ ഏത് ഹോമോലോഗസ് സീരീസിൽ പെടുന്നു എന്നാണ് ചോദ്യം. CnH2n ആണ്. ഇത് ഏത് ഹോമോലോഗസ് സീരീസിൽ പെടുന്നതാണ്? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാം ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് എന്താ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ? ആൽക്കൈൻസ് ഹൈഡ്രോ കാർബൺസ് ആണ്. കാർബണും ഹൈഡ്രജനും മാത്രമേ ആൽക്കൈൻസിൽ ഉണ്ടാവൂ. ഇതിൽ അതിൻ്റെ പൊതുവായ പ്രത്യേകത എന്താണ്? കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ ആയിരിക്കും. ഏറ്റവും ചെറിയ ആൽക്കൈൻ ഏതാ? CH4. രണ്ടാമത്തത് ഏതാണ്? CH3. ഇവിടെയൊക്കെ സിംഗിൾ ബോൺസ് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. മൂന്നാമത്തത് ഏതാണ്? CH3, CH2, CH3. ഓക്കെ, ഇതിനൊക്കെ പൊതുവായുള്ള പ്രത്യേകത നോക്കൂ. എത്ര കാർബൺ ഉണ്ട് ഇതിൽ? N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n+2 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കാർബൺ 4 ഹൈഡ്രജൻ. ദാറ്റ് മീൻസ് ഒരു കാർബൺ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി, ദാറ്റ്സ് മീൻ ഡബിൾ നോട് 2 കൂട്ടിയതായിരിക്കും ഹൈഡ്രജൻസിൻ്റെ എണ്ണം. എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. 2 കാർബൺ ആണെങ്കിൽ 2 കാർബണിൻ്റെ ഡബിൾ 4, അതിനോട് 2 ആഡ് ചെയ്താൽ 6. അപ്പം ഇത് CH3 എന്ന് പറഞ്ഞാൽ C2H6. ഓക്കെ, ഇത് C3H8 എന്നായിരിക്കും വരിക. നോക്കാം. അപ്പോൾ ആൽക്കൈൻസിൻ്റെ പൊതുവായ സമവാക്യം എന്താണെന്ന് വെച്ചാൽ CnH2n+2 ആയിരിക്കും. ഇനി ആൽക്കീൻസിൻ്റെ എന്തായിരിക്കും? ആൽക്കീൻസ് എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് ആൽക്കീൻ. മറ്റൊരു ആൽക്കീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. നമുക്ക് നോക്കാം ഇതിൻ്റെ പൊതുവായ സമവാക്യം. എത്ര കാർബൺസ് ഉണ്ട് ഇവിടെ? ഇവിടെ 2 കാർബൺ. എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 4 ഹൈഡ്രജൻസ്. ഇവിടെയോ 3 കാർബൺസ്. എത്ര ഹൈഡ്രജൻസ് ഉണ്ട് നോക്കൂ? 6 ഹൈഡ്രജൻസ് ആണുള്ളത്. അപ്പം പൊതുവായ സമവാക്യം വരിക Cn ആണെങ്കിൽ H2n ആയിരിക്കും. അപ്പം നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി CnH2n എന്ന പൊതു സമവാക്യമുള്ള ഹൈഡ്രോ കാർബൺസ് ഏതാണ്? ആൽക്കീൻസ് ആണ്. ആൽക്കൈൻസിൻ്റെത് CnH2n+2, ആൽക്കീൻസിൻ്റെത് CnH2n ആയിരിക്കും. ഇനി ആൽക്കൈൻസിൻ്റെ എന്താണ് വരിക? ആൽക്കൈൻസിൻ്റെത് എക്സാമ്പിൾ, ആൽക്കൈൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ CH3 C ട്രിപ്പിൾ ബോണ്ട് CH. എന്തായിരിക്കും വരിക? എത്ര കാർബൺ ഇവിടെ? C2 HO2. ഇവിടെയോ C3 HO ആഡ് 3 4 H4. ഇതിൻ്റെ പൊതുവായ സമവാക്യം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എത്ര കാർബൺ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻസിൻ്റെ എണ്ണം 2n-2 ആയിരിക്കും. N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻസിൻ്റെ എണ്ണം 2n-2 ആയിരിക്കും. അപ്പോൾ പൊതുവായിട്ട് 3 ആൽക്കൈൻസിന് CnH2n+2, ആൽക്കീൻസിന് CnH2n, ആൽക്കൈൻസിന് CnH2n-2. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതേ ഹോമോലോഗസ് സീരീസിൽ പെട്ടതും 3 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയതുമായ അംഗത്തിൻ്റെ ഘടനാ സമവാക്യം എഴുതുക എന്നാണ് ചോദ്യം. 3 കാർബൺ 1 2 3. ഓക്കെ, ആൽക്കീൻ ആവണമെങ്കിൽ പുട്ട് ഡബിൾ ബോണ്ട്, ബാക്കി കാർബൺ ബാലൻസ് റെഡിയാക്കുക. CH3 CH2 CH. ഓക്കെ,
വാലൻസി കാർബൺ റെഡി ആയിരിക്കും. CH2 ഡബിൾ ബോണ്ട് CH3 പ്രൊപ്പീൻ. ഇതിൻ്റെ പേരെന്താണ്? പ്രൊപ്പീൻ എന്നായിരിക്കും. ഓക്കെ, പ്രൊപ്പീൻ, പേര് പ്രൊപ്പീൻ എന്നായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ ഇതാണ്. സോപ്പുകളും ഡിറ്റർജൻറ്റുകളും ശുചീകാരികളാണ്. അതായത് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ആർ ക്ലെൻസിങ് ഏജൻസ്. സോപ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിലെ ഉപോൽപ്പന്നത്തിൻ്റെ പേരെന്താണ്? അതാണ് ചോദ്യം. ഇനി അപ്പം നമ്മൾ അറിയേണ്ട കാര്യം, വാട്ട് ഈസ് സോപ്പ്? എന്താണ് സോപ്പ്? സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ഹയർ ഫാറ്റി ആസിഡ്സിൻ്റെ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ആണ് എന്ത്? സോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് സോപ്പിനെ എങ്ങനെ വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം? RCOONA, sodium salt of a higher fatty acid. This R is a alkyl group that may be contain 16 or 17 carbons. Anyway, this is a sodium salt of higher fatty acid is called soap. And during the production of soap produce ചെയ്യുന്നത് നമുക്കറിയാം ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അത് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സോപ്പ് ഉണ്ടാവുന്നത്. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ദ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നം എന്ന് പറയുന്നത് ഇതാണ്. CH2OH and CH2OH. This is known as glycerin. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലിസറിൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലിസറിൻ. സോ ദ ബൈ പ്രോഡക്റ്റ് ഇൻ ദ സോപ്പ് പ്രൊഡക്ഷൻ ഈസ് ഗ്ലിസറിൻ. അപ്പം സോപ്പ് ഈസ് ദ sodium or potassium salt of higher fatty acids produced from fats or oils and treated with alkali like sodium hydroxide or potassium hydroxide. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സോപ്പ്. ഇതാണ് സോപ്പ്. ആൻഡ് ദ byproduct of this is glycerin or glycerol, CH2OH and CH2OH is the structure of or formula of the glycerin. That's the first question. Second question, ഡിറ്റർജൻറ്റിൻ്റെ അമിത ഉപയോഗം ജലജീവികൾ നിലനിൽപ്പിന് അപകടത്തിലാവുന്നത് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർജൻറ്റ്. ഓക്കെ, ഡിറ്റർജൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് ഏജൻറ്റാണ് ഡിറ്റർജൻറ്റ്. ഈ ഡിറ്റർജൻറ്റിൻ്റെ ഉപയോഗം എങ്ങനെയാണ് അക്വാട്ടിക് ലൈഫിനെ, ജലജീവികളെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഡിറ്റർജൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫോസ്ഫേറ്റ്. ഓക്കെ, ഫോസ്ഫേറ്റ്സ്. ഈ ഫോസ്ഫേറ്റ്സ്, ഡിറ്റർജൻറ്റ് അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റ്സ് നമ്മൾ ഡിറ്റർജൻറ്റിനെ പുറത്തോട്ട് കളയുമ്പോൾ, എൻവയോൺമെൻറ്റിലേക്ക് കളയുമ്പോൾ ഓർ സോയിലിലേക്ക് കളയുമ്പോൾ, ദിസ് ഫോസ്ഫേറ്റ്സ് റീച്ചസ് ദ അക്വാട്ടിക് സിസ്റ്റം. അതായത് ജലത്തിൻ്റെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഈ ഫോസ്ഫേറ്റ് ആ ജലസ്രോതസ്സിൽ അത് എത്തിപ്പെടും. ഫോസ്ഫേറ്റ്സ് ഏതിൽ? ഡിറ്റർജൻറ്റിലുള്ള ഫോസ്ഫേറ്റ്സ്. ഈ ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ഫോസ്ഫേറ്റ്സ് ആക്ട് ആസ് എ സം ഫെർട്ടിലൈസർ. നമ്മൾ സാധാരണ ഇതിൽ ഫെർട്ടിലൈസർ കൊടുക്കും പോലെ അക്വാട്ടിക് പ്ലാന്റ്സിന്, അവിടെയുള്ള ജലസസ്യങ്ങൾക്കുള്ള ഒരു ഫെർട്ടിലൈസർ പോലെ ആക്ട് ചെയ്യും. ദിസ് ഫോസ്ഫേറ്റ്സ് ആക്ട് ചെയ്യും. ഈ ഫോസ്ഫേറ്റ് അങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള അക്വാട്ടിക് ലൈഫ്, അതായത് അവിടെയുള്ള പ്ലാന്റ്സ്, ജലസസ്യങ്ങൾ നന്നായിട്ട് വളരും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ദാറ്റ് കൺസ്യൂം ഓക്സിജൻ ഫ്രം വാട്ടർ. അങ്ങനെ വാട്ടറിന് ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഓർ ദ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ വാട്ടർ. അതുകൊണ്ട് അവിടെയുള്ള ജലജീവികൾക്ക്, മത്സ്യങ്ങൾക്കൊക്കെ ഓക്സിജൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറയും. അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുമ്പോൾ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ പറയാറ് ഡിറ്റർജൻറ്റ് എഫക്ട്സ് ദ അക്വാട്ടിക് ലൈഫ് ലൈക്ക് ദിസ്. അത് ഫോസ്ഫേറ്റുകൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ദ ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്, അക്വാട്ടിക് ജലസസ്യങ്ങളുടെ വളർച്ചയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അതാണ് 10th രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദിസ് ദ 11th ക്വസ്റ്റ്യൻ ഇതാണ്. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം നൽകിയിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. So table given, here's a table given. Yes, here given volume or vyaptam in liters and temperature. Here temperature in Kelvin. Temperature Kelvin ആണ്, ഇത് ലിറ്ററിലാണ്. So is 3 rows, 1 2 3, 600 liters, 300 Kelvin, 400 is P and so Q is 500. Okay, from the question statement നമുക്ക് മനസ്സിലാക്കാം, this is related to Charles law. സ്ഥിരമർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം, ദാറ്റ് മീൻസ് അത് ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്? ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം നോക്കിയാൽ നമുക്കറിയാം, വോളിയം ഈസ് directly proportional temperature at Kelvin scale at a constant pressure and number of moles should be constant. ഇതാണ് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, V/T equal to a constant
V/T equal to a constant. V/T എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരസംഖ്യയാണ്. ഓർ വി ക്യാൻ റൈറ്റ് V1/T1 equal to V2/T2. ഇങ്ങനെയും നമുക്ക് മാത്തമാറ്റിക്കലി ചാൾസ് ലോ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ V proportional to T, V/T is equal to സ്ഥിരസംഖ്യ, V1/T1 is equal to V2/T2. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടുത്തെ PAയും QAയും കണ്ടുപിടിക്കാൻ. Pയുടെ വാല്യൂ എത്ര, Qൻ്റെ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ V1/T1 is equal to V2/T2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഹിയർ ഈ രണ്ട് കണ്ടീഷൻ എടുക്കുക. 600 ആൻഡ് ദിസ് വാട്ട് ഈസ് കോൾഡ് 300. ഈ 300 ഇവിടെ 600 വോളിയം ആകുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിസ് ഈസ് 300. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് V1, ദിസ് ഈസ് ടേക്കൺ ആസ് V1 ആൻഡ് ദിസ് ഈസ് ടേക്കൺ ആസ് T1. സോ V1 ഈസ് ഈക്വൽ ടു 600 liters ആൻഡ് T1 ഈസ് ഈക്വൽ ടു 300 Kelvin. ദാറ്റ് മീൻസ് ഇനീഷ്യലിലെ ടെമ്പറേച്ചറും പ്രഷറുമാണ് ഈ പറയുന്നത്. ദെൻ സെക്കൻഡ് കേസിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ദിസ് ടേക്കൺ ആസ് V2, ദാറ്റ് മീൻസ് 400. V2 ഈസ് ഈക്വൽ ടു 400. അവിടെ നമുക്ക് T2 തന്നിട്ടുണ്ടോ? ഇല്ല. T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T2 ഈസ് ഈക്വൽ ടു നമുക്കറിയില്ല. സോ ടേക്കൺ ആസ് V1, V2, T1, T2. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് തന്നതല്ലോ. അക്കോർഡിംഗ് ടു ചാൾസ് ലോ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. V1 ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു 300 ഈസ് ഈക്വൽ ടു V2 എന്ന് പറഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ നമുക്കറിയാത്തൊരു സംഖ്യയാണ് ഇസ് Q. സോറി, അത് P ആണ്. P നമുക്ക് അവിടെ P എന്ന് എഴുതാം. സോ P ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? P ഈസ് ഈക്വൽ ടു 400 divided by 6 into 3 is 200. നമുക്ക് 200 Kelvin എന്ന് കിട്ടും. 200 Kelvin എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുക 200 Kelvin എന്നായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, 200 Kelvin. സോ V1/T1 is equal to V2/T2 ചെയ്താൽ നമുക്ക് 200 Kelvin എന്ന് ഉത്തരം കിട്ടും. ദെൻ നമുക്ക് Q കണ്ടുപിടിക്കണ്ടേ? Q കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ V1ഉം T1ഉം ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിനെ V2 എടുക്കുക, ഇതിനെ T2 എന്ന് എടുക്കുക. അപ്പം ഇവിടെ മാത്രമേ മാറ്റം വരൂ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? V2 ആണ്. T2 പക്ഷേ തന്നിട്ടുണ്ട്. T2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 500 ആണ്. ആൻഡ് ദിസ് ഇസ് V2 തന്നിട്ടില്ല. V2 ഈസ് ഈക്വൽ ടു നമുക്കറിയില്ല ഡാഷ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഈസ് the equation is V1/T1 is equal to V2/T2. V1 600 divided by T1 300 is equal to V2 നമുക്കറിയില്ല. this Q by T2. T2 is 500. നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 is equal to Q by 500 എന്ന് കിട്ടും. this is Q is equal to 500 divided by 2 is equal to 250 liters. ഇവിടെ നമുക്ക് കിട്ടുക 250 liters എന്നായിരിക്കും. അപ്പം P 200 കിട്ടും, Q 250 liters. ചാൾസ് ലോയുടെ ഇക്വേഷൻ മറക്കരുത്. V1/T1 is equal to V2/T2. This is very important. Okay. Likely Boyle's law ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. Boyle's law V1 is equal to P2 V2. This is the equation related to Boyle's law. Okay. This is the Boyle's law ആയിട്ട് ബന്ധപ്പെട്ടതാണ്. Boyle's law. This is Charles law. നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദിസ് ഇസ് ദെൻ ദിസ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഇവിടെ തന്നിരിക്കുന്ന ദിസ് ബന്ധം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ദ ആൻസർ ഈസ് ഓഫ് കോഴ്സ് ചാൾസ് ലോ. ചാൾസ് ലോ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. 12th ക്വസ്റ്റ്യൻ വൈദ്യുത ലേപനം ഓർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഓർ വൈദ്യുത ലേപനം. ഈ വൈദ്യുത ലേപനത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളിൽ ഒന്നാണ് വൈദ്യുത ലേപനം. ഈ പ്രക്രിയ ഉപയോഗിച്ച് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാൻ കഴിയും. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. പല മെറ്റൽസും മറ്റ് മെറ്റൽസിൻ്റെ മുകളിൽ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൂശാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എ, ഈ പ്രക്രിയയിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏതാണെന്നാണ് ചോദ്യം. വിച്ച് ഇസ് ദ metal which is connected to the negative terminal of this battery. And അതിലേക്ക് നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇവിടെ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്യുന്ന ഇതാണ് പ്രോസസ്സ് ഇസ് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂഷണം. ഓക്കെ, നമുക്കെടുക്കാം ഇരുമ്പ് വള. ദിസ് ദ ജസ്റ്റ്
റെപ്രസെൻറ്റേഷൻ ഇതാണ്. നമുക്ക് ഇരുമ്പുകളായിട്ട് അയൺ ബാങ്കുകളായിട്ട് എടുക്കാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ചെമ്പാണ് പൂശേണ്ടത്. ചെമ്പ് ദിസ് ഓക്കെ. ദിസ് ബാറ്ററി നിങ്ങൾ ചെയ്യേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവുമായി ഏത് മെറ്റലാണോ പൂശേണ്ടത് അതിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുക. ഇത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. ഏത് മെറ്റലാണോ പൂശേണ്ടത് അത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ദിസ് ഷുഡ് ബി ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത ഏത് മെറ്റലാണോ പൂശേണ്ടത് അതിൻ്റെതായിരിക്കണം. ഇവിടെ നമുക്ക് കോപ്പർ സൾഫേറ്റ് എടുക്കാം. ബിക്കോസ് കോപ്പറാണ് നമുക്ക് കോപ്പറാണ് എടുത്തിരിക്കുന്നത്. കോപ്പറാണ് നമുക്ക് പൂശേണ്ടത്. പ്ലേറ്റ് ചെയ്യേണ്ടത് കോപ്പറാണ്. അതുകൊണ്ട് കോപ്പറിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മളിവിടെ എടുക്കണം. കോപ്പർ സൾഫേറ്റ് ഈസ് ദ ഇലക്ട്രോലൈറ്റ് ഹിയർ. കോപ്പർ ആനോഡ് ആക്കിയിട്ടും ഇത് കാഥോഡ് ആക്കിയിട്ടും എടുക്കാം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഹിയർ ഫ്രം ഹിയർ ദിസ് Cu2+ ഈസ് ഹിയർ. ഇവിടെ Cu2+ ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏത് മെറ്റലാണോ പൂശേണ്ടത് അത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും ഏത് മെറ്റലാണോ പൂശേണ്ടത് അത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. ആൻഡ് ഏത് മെറ്റലാണോ പൂശേണ്ടത് അതിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റും എടുക്കുക. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഈ പ്രക്രിയയുടെ ബാറ്ററി നെഗറ്റീവുമായി ടെർമിനൽ ബന്ധിപ്പിക്കുന്ന ലോഹം അയൺ ആണ്. ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്യേണ്ടത്. ദെൻ ബി ക്വസ്റ്റ്യൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് കോപ്പറിൻ്റെ ഏത് ഇലക്ട്രോലൈറ്റ് ആവാം. CuSO4 ആണ് തൽക്കാലം നമ്മൾ ഇവിടെ ചെമ്പിൻ്റെ CuSO4 ആണ് തൽക്കാലം നമ്മൾ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ഓഫ് Cu കോപ്പർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വൈദ്യുതി വിശ്ലേഷണത്തിന് മറ്റേതെങ്കിലും പ്രായോഗിക ഫലം ഏതാ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ്. നമുക്ക് സിൽവർ അല്ലെങ്കിൽ ക്രോമിയം അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റൽസിനെയൊക്കെ മറ്റു മെറ്റൽസിൻ്റെ മുകളിൽ പ്ലേറ്റ് ചെയ്യാനും അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസ് മെറ്റൽസിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസൊക്കെ നമുക്കിങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 12. 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു കോളമാണ് തന്നിരിക്കുന്നത്. ദിസ് എ കോളം. ആ കോളം ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ABC കോളങ്ങൾ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, അതിൽ A എന്ന കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയിരിൻ്റെ പ്രത്യേകതകളാണ്. നമുക്കറിയാം മെറ്റലർജിയുമായി ബന്ധപ്പെട്ടതാണ്. അയിരിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതും ഇംപ്യൂരിറ്റിയും തമ്മിലുള്ള കണക്ഷൻ. അതായത് അയിരിന് അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടുതൽ. ദാറ്റ് മീൻസ് ദ ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് higher than impurities or O's are higher denser than impurities. Second one, iron അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കുറവ്. That means impurities O's are less denser than impurities. And this is the magnetic properties of O's. That means അയിരിൻ്റെ കാന്തിക സ്വഭാവമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 റോസ് ആക്കി തന്നിരിക്കുന്നു. അതിൽ നമുക്ക് സാന്ദ്രണ രീതി തന്നിട്ടുണ്ട്. ഉദാഹരണം തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ഈ കണ്ടീഷനിൽ അയിരിന് അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടുന്ന തരത്തിൽ വരുമ്പോൾ നമ്മൾ ഏത് സാന്ദ്രണ രീതിയാണ് കോൺസെൻട്രേഷൻ മെത്തേഡാണ് ഉപയോഗിക്കാറ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഏത് പ്രക്രിയ നമ്മൾ ഉപയോഗിക്കാറ് ഇവിടെ തന്നിട്ടുണ്ട്. ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുക. ഓർ അതിനെ നമ്മൾ മറ്റൊരു ഇതിൽ വിളിക്കാറുണ്ട്. എന്നതിനെ വിളിക്കാറ് നമ്മൾ ലെവിഗേഷൻ ഓർ ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഇവിടെ ഹൈഡ്രോളിക് വാഷിംഗ്. ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുക. ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുക എന്നതാണ് നമുക്കിവിടെ അയിരിന് അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എക്സാമ്പിൾ നമുക്ക് പറയാം. സ്വർണത്തിൻ്റെ അയിരാണ് ഇവിടെ തൽക്കാലം തന്നിരിക്കുന്നത്. സ്വർണത്തിൻ്റെ അയിര് നമുക്ക് അങ്ങനെ സാന്ദ്രണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അയിരിന് അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കൂടുമ്പോൾ ജലപ്രവാഹത്തിൽ കഴുകുകയാണ് ചെയ്യുന്നത്. സ്വർണത്തിൻ്റെ എക്സാമ്പിളാക്കി നമുക്ക് എടുക്കാം. ദെൻ അയിരിന് അപദ്രവ്യത്തേക്കാൾ സാന്ദ്രത കുറവ്. അതായത് ദ O's are less denser than impurities. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? അവിടെ നമ്മൾ ചെയ്യുന്ന പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയയാണ്. നമുക്കറിയാം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഓർ പ്ലവന പ്രക്രിയ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് നമ്മൾ പറയുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്ലവന പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണം പ്ലവന പ്രക്രിയ എപ്പോഴും ചെയ്യാറ് സൾഫൈഡ് ഓസിനാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സിങ്ക് സൾഫൈഡ്. ZNS എന്ന് പറയുന്ന സിങ്ക് സൾഫൈഡ് ഓസിനാണ് നമ്മൾ സാധാരണഗതിയിൽ പ്ലവന പ്രക്രിയ ഉപയോഗിക്കാറുള്ളത്. ദെൻ അയിരിന് ഒരു കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളവിടെ എപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കും കാന്തിക വിഭജനം ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ ആയിരിക്കും. കാന്തിക വിഭജനം ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ ആയിരിക്കും ഉപയോഗിക്കുക. എക്സാമ്പിൾ ടിൻ സ്റ്റോൺ. ഓക്കെ, ടിൻ സ്റ്റോൺ ആണ് ഉദാഹരണമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ മാച്ച് ഫോളോയിങ് ടൈപ്പ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി ഓർക്കുക, ഇവിടെ നമ്മൾ സാന്ദ്രണ ഉപയോഗിക്കുന്നത് ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കുറവും
ഓസിന് ഡെൻസിറ്റി കൂടുതലും ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജലപ്രവാഹത്തിൽ കഴിയുക അല്ലെങ്കിൽ ലെവിഗേഷൻ ആണ്. സെക്കൻഡ്, ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കൂടുതലും ഓസിന് ഡെൻസിറ്റി കുറവാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയയാണ്. ദെൻ ഇൻ കേസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, കാന്തിക സ്വഭാവമുള്ള അയിര് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. അതിന് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? മീൻസ് ലബോറട്ടറിയിൽ അമോണിയ ഉണ്ടാകുന്ന പ്രോസസ്സിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ നമുക്കറിയാം. അതിനൊരു പഠിച്ചിട്ടുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും തമ്മിൽ NH4Cl അമോണിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? അമോണിയ ഇൻ ലബോറട്ടറി. വ്യാവസായികമായി ഉണ്ടാക്കുന്ന ഹെബർ പ്രോസസ്സിലാണെങ്കിൽ കൂടിയും ലബോറട്ടറിയിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ദ മെറ്റീരിയൽസ് നീഡഡ് വിച്ച് ആർ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരി അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻറ്റ് ഏതാണെന്നാണ്. അതിനുത്തരം ഇതിൻ്റെ ഉത്തരം കാൽസ്യം ഓക്സൈഡ് എന്നാണ്. കാൽസ്യം ഓക്സൈഡ് quicklime CaO is used as the drying agent for in case of production of ammonia in laboratory. Then there is a third question. അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ കമഴ്ത്തി വെക്കുന്നത് എന്തുകൊണ്ട്? ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡും CaH2 പ്ലസ് അമോണിയം ക്ലോറൈഡിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ആൻഡ് ദിസ് എ റഫ് പിക്ചർ. ദിസ് ഗോസ് ആൻഡ് ഹിയർ ഇസ് കാൽസ്യം ഓക്സൈഡ്. ഇറ്റ്സ് എ ഡ്രൈയിങ് ഏജൻറ്റ് ആണ്. ഇതിലൂടെ അതിനെ പാസ് ചെയ്യും. ഇറ്റ്സ് ഡ്രൈയിങ് ഏജൻറ്റ്. ദെൻ അത് പിന്നീട് പോകുന്നത് സോ ഇവിടെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും ബൈ ദ ഇക്വേഷൻ. അവിടെ ഉള്ള ഇക്വേഷൻ എന്താണ്? ബൈ ദ ഇക്വേഷൻ CaOH2 plus NH4Cl gives CaCl2 plus NH3 plus H2O plus H2O. By balancing this one, put 2 here and 2 and 2. So by this equation, calcium hydroxide, ammonium chloride produces calcium chloride, ammonia and water. This ammonia is our gas and it is less denser than air. അത് ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ശേഖരിക്കുന്ന ജാറ് ഇൻവേർട്ടഡ് ആയിട്ട് കമഴ്ത്തി വെക്കാനുള്ള കാരണം. ഇതിൽ അപ്പം അമോണിയ വന്നിട്ട് അറിയും. അല്ലാത്തൊരു പക്ഷം നമ്മൾ അല്ലാതെ പിന്നെ നേരെ വെച്ച് അമോണിയ കളക്ട് ചെയ്താൽ അമോണിയ എന്ത് ചെയ്യും? മുകളിലോട്ട് എസ്കേപ്പ് ചെയ്തു. ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ഡെൻസർ ദാൻ എയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പം അത് എസ്കേപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുന്നത്. ആൻഡ് കാൽസ്യം ഓക്സൈഡാണ് ഇവിടുത്തെ ഡ്രൈയിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നത്. കാൽസ്യം ഓക്സൈഡ് അബ്സോർബ്സ് വാട്ടർ, പ്രൊഡ്യൂസ്ഡ് ഹിയർ. വാട്ടർ അബ്സോർബ് ചെയ്യും. പിന്നെ അമോണിയ മാത്രമാണ് നമുക്ക് കിട്ടുക. കാൽസ്യം ഓക്സൈഡ് ക്ലോറൈഡും ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ദിസ് ഈസ് ദ 14th ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ്. ഓക്കെ, 3 ക്വസ്റ്റ്യനും ആൻസറായി. ദെൻ വി ഗോ ടു 15th ക്വസ്റ്റ്യൻ. 15ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 15th ക്വസ്റ്റ്യൻ. 15ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം തന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ ഞാനൊന്ന് വരയ്ക്കാം. CH3 CH2 CH2 CH CH3 CH2 CH3. ഓക്കെ, CH3 CH2 CH2 CH CH3 CH2 CH3. ഇതാണ് ഹൈഡ്രോ കാർബൺ. ഓക്കെ, ഒരു ആൽക്കെയിനാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഹൈഡ്രോ കാർബണിൻ്റെ തന്മാത്രാ സൂത്രം എന്താണെന്നാണ്. ഇതിൻ്റെ തന്മാത്രാ സൂത്രം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 1 2 3 4 5 6 7. അപ്പം തന്മാത്രാ സൂത്രം C7. ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ 16 ഹൈഡ്രജൻസ് വേണം. നമുക്ക് എണ്ണി നോക്കാം, കൗണ്ട് ചെയ്യാം. 3 5 7 8 11 13 and 16. ഓക്കെ, ഇതൊരു ആൽക്കൈനാണ്. അതുകൊണ്ട് CnH2n+2 ആണ്. അപ്പം 7 കാർബണും ഇതിൻ്റെ തന്മാത്രാ വരുന്നത് C7H16 എന്നായിരിക്കും. ബി, ഇതിലത്തെ ശാഖയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ശാഖയുടെ പേര്. ഇതിലെ ശാഖ കണ്ടുപിടിക്കണം. നമുക്കറിയാം
വലിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. ഇതിലെ ശാഖ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വലിയ കാർബൺ ചെയിനാണ്. വലിയ കാർബൺ ചെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഇതിലുള്ള ചെയിനുകൾ ഏതൊക്കെയാണ്? 1 2 3 4 5. ഒരു എൻഡിൽ തുടങ്ങി മറ്റേ എൻഡിൽ അവസാനിക്കണം. ഇതാണ് ഒന്നാമത്തെ ചെയിൻ. 1 2 3 4 5 ഫസ്റ്റ് ചെയിൻ. അടുത്ത ചെയിൻ ഏതാണ്? 1 2 3 4 5 6. മറ്റൊരു ചെയിൻ, വീണ്ടും ചെയിൻ ഉണ്ട് 1 2 3 4. ഇങ്ങനെയും ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ചെയിനുകളുണ്ട്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയ വലിയ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ദിസ് ഈസ് ദ ചെയിൻ ഹിയർ. ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. 1 2 3 4 5 6. 6 കാർബൺ ഉള്ളത്. സോ ഇതിലൂടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ബ്രാഞ്ചിൻ്റെ പേര് മിഥൈൽ ബ്രാഞ്ച് എന്നാണ്. ഈ ബ്രാഞ്ചിൻ്റെ പേര് മിഥൈൽ ബ്രാഞ്ച് എന്നാണ്. അപ്പം ബ്രാഞ്ച് ഏതാണ് ശാഖ എന്ന ചോദ്യം, അത് മിഥൈൽ എന്ന ശാഖയായിരിക്കും ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി ഇതിൻ്റെ IUPAC നാമം എഴുതാം. IUPAC നാമം എഴുതാൻ വലിയ കാർബൺ ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദിസ് ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. നമ്പർ ഇറ്റ്. അതിന് നമ്മൾ നമ്പർ കൊടുക്കണം. എങ്ങനെ നമ്പർ കൊടുക്കുക? 1 2 3 4 5 6. തിരിച്ചും നമ്മൾ നമ്പർ ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, നമ്മൾ രണ്ട് രീതിയിൽ നമ്പർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നോക്കുക ഏത് കാർബണിലാണ് ഇവിടെ ശാഖ ബ്രാഞ്ച് വരുന്നത്. ഏതോ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്? ഇങ്ങോട്ട് പോകുമ്പോൾ 4ാമത്തെ കാർബണിലൊരു മീഥൈൽ ബ്രാഞ്ച്, തിരിച്ചു വരുമ്പോൾ 1 2 3 3ാമത്തെ കാർബണിലൊരു മീഥൈൽ ബ്രാഞ്ച്, വിച്ച് ഈസ് ദ ലോവസ്റ്റ് നമ്പർ. ദിസ് ഇസ് 3. അപ്പം ഇതിൻ്റെ പേര് 3 methyl 1 2 3 4 5 6 ഹെക്സൈൻ. 3 methyl ഹെക്സൈൻ എന്ന ആൽക്കെയിനാണിത്. 16th ക്വസ്റ്റ്യൻ. ഓക്കെ, 60th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. എക്സ് ഈസ് നോട്ട് എ റിയൽ സിമ്പിൾ, അത് കറക്റ്റ് സിമ്പിൾ അല്ല. എന്നാലും എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ത് വന്നിട്ടുണ്ട്? 12 എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12. ഓക്കെ, അത് ക്ലൂ ആണ്, നമുക്ക് തന്നിട്ട് ക്ലൂ. അത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ എക്സ് എന്ന മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതായത് ഇതിൻ്റെ വാട്ട് ഈസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്, അതാണ് നമ്മൾ ചോദ്യം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ നമുക്കറിയാം. എങ്ങനെ അറിയാം? നമ്മൾ അതിൻ്റെ ഓർഡർ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഓർഡർ? 1s 2s 2p 3s 3p 3d 4s. ഓക്കെ, 10th അപ് ടു 10 നിങ്ങൾക്ക് തൽക്കാലം 4s വരെ മതി. ഈ ഓർഡർ നമുക്കറിയാം. ഇനി നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്? എനർജി കൂടി വരുന്ന ക്രമത്തിൽ ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം 12 അറ്റോമിക് നമ്പർ 12 ആണ്. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 12 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പം 1sൽ ഏറ്റവും എനർജി കുറഞ്ഞ 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2. ഓക്കെ, എസ്സിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ മാത്രമേ എസ്സിൽ ഫില്ലാവൂ. അപ്പം 2s-ലോ എസ്സിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് 2s2. പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം നമുക്ക്? 6 ഇലക്ട്രോൺസ്. അപ്പം 2 2 6 4 10 10ആയി. ഇനി 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതെവിടേക്ക് പോകും? 3s2ലേക്ക് പോകും. മറ്റ് സബ്സ്റ്റൻസ് ഒക്കെ വേക്കൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. അപ്പം അറ്റോമിക് നമ്പർ 12 ഉള്ള എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 എന്നായിരിക്കും. ഓക്കെ, സിമ്പിൾ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി. ഈ മൂലകം ഉൾപ്പെടുന്ന പീരീഡ് ഏതാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ചെയ്യാറ്? ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് ഏത് എലമെൻറ്റിൻ്റെയും ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും കിട്ടും. അപ്പം ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പീരീഡ് നോക്കാം. ഇതിലുള്ള ഏറ്റവും വലിയ ഷെല്ല് ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ മൂലകത്തിൻ്റെ ഏറ്റവും വലിയ ഷെല്ല് ഏതാണെന്ന് നോക്കിയത്. ഏതാണ് ഷെല്ല്? ഈ സബ്ഷെൽ എസിൻ്റെ ഇപ്പുറത്ത് 1 ഇസ് നമ്പർ ഓഫ് ദിസ് റെപ്രസെൻറ്റ് ഷെൽ. 2 ഒരു ഷെല്ലാണ്, 2 അടുത്ത ഷെല്ലാണ് 3 മറ്റൊരു ഷെല്ലാണ്, മൂന്നാമത്തെ ഷെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഷെല്ല് ഏതാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ ഷെല്ല് എന്ന് പറയുന്നത് ദിസ് 3 3 അപ്പം ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 3. ഏറ്റവും വലിയ ഷെല്ല് ഏതാണോ അതായിരിക്കും ഏറ്റവും ആ എലമെൻറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അത് ബി ക്വസ്റ്റ്യനായി. ദെൻ സി, ഈ എലമെൻറ്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? ഓക്കെ, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏത് സബ്ഷെല്ലിലാണോ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, ഏത് സബ്ഷെല്ലാണ്? അവിടെ എസ് എന്ന സബ്ഷെല്ലാണ്. അപ്പം ബ്ലോക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. എന്താണ് ബ്ലോക്ക്? ഇതിൻ്റെ ബ്ലോക്ക് എസ് ബ്ലോക്കാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽസ് ടു ദ എസ് സബ്ഷെൽ. സോ എസ് ബ്ലോക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡി, ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതുക. എക്സിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം. ക്ലോറൈഡ് ഇസ് എ ഹാലജൻ. അതിൻ്റെ സംയോജകത വാലൻസി എത്രയാണെന്ന് നമുക്കറിയാം. ക്ലോറിൻ്റെ സംയോജകത വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റ് ക്ലോറിനുമായി കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്ന അതിൻ്റെ
ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റത്? ആദ്യം എക്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ബിക്കോസ് അവസാന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇതൊരു മെറ്റലാണ്, ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പം അത് നമുക്ക് ആദ്യം എക്സിനെ എഴുതാം. എക്സ്. രണ്ടാമത് നിങ്ങൾ എഴുതേണ്ടത് ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ ആണ് ഇതിൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. അപ്പം സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റാണ് ക്ലോറിനാണ് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വാലൻസി, എക്സിൻ്റെ വാലൻസി എത്രയാണോ അത് ക്ലോറിൻ ഇടുക, ക്ലോറിൻ്റെ വാലൻസി എത്രയാണോ എക്സിന് ഇടുക. അപ്പം ക്ലോറിൻ്റെ ഇവിടെ എക്സിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 നമുക്കറിയാം. 3s2 അവസാന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം എക്സിൻ്റെ വാലൻസി 2, അത് നമ്മൾ ക്ലോറിന് കൊടുക്കുക. ക്ലോറിൻ്റെ വാലൻസി നമുക്ക് തന്നിട്ടുണ്ട് 1, അത് നമുക്ക് ഇതിനും കൊടുക്കാം. അപ്പം 1 നമ്മൾ സാധാരണ ഇതിൽ എഴുതാറില്ല. അപ്പം ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് XCl2 എന്തായിരിക്കും? XCl2 ആയിരിക്കും ഈ എക്സ് എന്ന എലമെൻറ്റ് ക്ലോറിനുമായി ഉണ്ടാക്കുന്ന ക്ലോറൈഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് 16th ക്വസ്റ്റ്യൻ. ഓക്കെ, 17ാമത്തെ ചോദ്യം ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ, അതിലൊരു ഫിഗർ ഉണ്ട്. ഫിഗർ ഞാനൊന്ന് വരയ്ക്കാം. സോ ഇറ്റ്സ് എൻ ഇലക്ട്രോകെമിക്കൽ സെൽ. അതിൽ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, സാൾട്ട് ബ്രിഡ്ജ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ്സ് ആൾസോ ഗിവൺ. ഓക്കെ, എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ FeSO4 CuSO4 Cu. ഓക്കെ, Cu ആൻഡ് CuSO4. അപ്പം ഇലക്ട്രോകെമിക്കൽ സെല്ലാണ്, നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ എ ഏത് ലോഹമാണ് ആനോഡായി പ്രവർത്തിക്കുന്നത്? which metal is the anode here? നമുക്കറിയാം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ളതായിരിക്കും എപ്പോഴും എന്താവുക? ആനോഡായി പ്രവർത്തിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ലോസസ് ഇലക്ട്രോൺ. അവർക്കായിരിക്കും ഇലക്ട്രോൺസ് ലോസ് ചെയ്യുക. ആനോഡിൽ ഓക്സിഡേഷൻ ആണല്ലോ നടക്കേണ്ടത്. അപ്പം ഇവിടെ Feയും Cയും കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ കമ്പയർ ചെയ്യുകയാണ്, Feയും Cയെയും കമ്പയർ ചെയ്യുമ്പോൾ Feക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ ദാൻ Cu. സോ ദിസ് Fe act as anode. Fe ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. Fe dipped in FeSO4 act as the anode here. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? ഓക്കെ, ആനോഡ് ഇതാണെങ്കിൽ കാഥോഡ് ഇതായിരിക്കും. കാഥോഡിൽ നടക്കുന്നതായിരുന്നു നിരോക്സീകരണം. ഇവിടെ നിരോക്സീകരണം നടക്കുക കോപ്പറിനാണ്, Cu2+ ആണ് ഇവിടെ. ഇപ്പം ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചാൽ Cu⁻CuSO4 ആയിരിക്കും. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഇവിടെ Cu⁻CuSO4 ഈ ഇലക്ട്രോഡിനായിരിക്കും ഇവിടെ നിരോക്സീകരണം നടക്കുക. ദിസ് ഇസ് നോൺ ആസ് കാഥോഡ്. നിരോക്സീകരണം നടക്കുന്നത് Cu⁻CuSO4 കാഥോഡ് എന്ന് അത് അറിയപ്പെടും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതാൻ, കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ സിമ്പിൾ, നമുക്കറിയാം. ഇവിടുത്തെ നമുക്ക് എഴുതി നോക്കാം. Fe ഇവിടേക്ക് എന്താ സംഭവിക്കുക? Fe undergo oxidation to form Fe2++ 2 electron. This is the anodic reaction here. This 2 electron travels towards the cathode, and here this is Cu2+. In the solution, Cu2++ 2 electron gives Cu. ഈ സൊല്യൂഷനിലെ Cu2+നെ 2 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് Cu കോപ്പറാക്കി മാറ്റും. ദിസ് ഇസ് കോൾഡ് റിഡക്ഷൻ, ദിസ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. സോ റിഡക്ഷൻ്റെ നിരോക്സീകരണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇതായിരിക്കും ഇവിടുത്തെ നിരോക്സീകരണ രാസപ്രവർത്തനം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെല്ലിൽ Cuവിന് പകരം Ag ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നുവെങ്കിൽ ഏത് ലോഹമായിരിക്കും ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്? ചോദ്യം ഇതാണ്. Cuവിന് പകരം സിൽവറിനെ ഞാൻ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സിൽവർ ഇവിടെ Cuവിന് പകരം വെച്ച് കഴിഞ്ഞാൽ Cu ആൻഡ് Fe, വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ്? വിച്ച് വൺ? സിൽവറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്കറിയാം. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം ഏതിനാണ്, Feക്കാണോ അല്ലെങ്കിൽ Agക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ? നമുക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിന്ന്, ലെഡ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ്. കോപ്പർ ഇതിൻ്റെ ബിലോ താഴായിട്ട് കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ, അപ്പം
നമ്മൾ കോപ്പറിനെ മാറ്റിയിട്ട് സിൽവർ ആക്കിയാലും ആനോഡ് ഇത് തന്നെയായിരിക്കും, കാഥോഡ് ഇത് തന്നെയായിരിക്കും. ബിക്കോസ് അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. അയണിനെക്കാട്ടിലും അയൺ ഈസ് Fe ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. അതുകൊണ്ട് കോപ്പർ നമ്മൾ കേപ്പറിന് പകരം സിൽവർ ആക്കി വെച്ചിട്ട് നോ ചേഞ്ച് ഇൻ ആനോഡ് ആൻഡ് കാഥോഡ്. സിൽവർ കാഥോഡായിട്ട് വർക്ക് ചെയ്യും, ആനോഡായിട്ട് Fe തന്നെയാണ് വർക്ക് ചെയ്യും. ഓക്കെ, അത് നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കോണ്ടാക്ട് പ്രോസസ്സ്, സമ്പർക്ക പ്രക്രിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ സമ്പർക്ക പ്രക്രിയയിലെ ഒരു സ്റ്റെപ്പാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എ, സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറഞ്ഞു, ഇസ് നോൺ ആസ് കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സ് മലയാളത്തിൽ പറഞ്ഞാൽ സമ്പർക്ക പ്രക്രിയ എന്നാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ. സൾഫ്യൂരിക് ആസിഡ് നോൺ ആസ് കിങ് ഓഫ് കെമിക്കൽസ്, H2SO4. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പ്രക്രിയ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഓക്കെ, അതിൻ്റെ പേരെന്തായിരുന്നു? V2O5, വെനേഡിയം പെൻറ്റോക്സൈഡ്. എന്താണ് പേര്? വെനേഡിയം പെൻറ്റോക്സൈഡ്. V2O5 ആണ് ഈ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഓർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. 18th ക്വസ്റ്റ്യനിലെ 3ാമത്തെ പാർട്ട്, സി ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ പ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അതിൽ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ കൂടുതലായിട്ട് ഓക്സിജൻ ചേർക്കുന്നു, സെക്കൻഡ് വൺ മർദ്ദം കുറയ്ക്കുന്നു. 2 ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 2 മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ അത് പുരോപ്രവർത്തന വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമുക്കറിയാം, ഇത് ലേശാലിയ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ലേശാലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഈ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൽ, സന്തുലനാവസ്ഥയിലുള്ള സിസ്റ്റത്തിൽ മർദ്ദം, ഗാഢത, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ അവിടെ ഒന്നല്ലെങ്കിൽ പുരോപ്രവർത്തന നിരക്ക് കൂടും, അല്ലെങ്കിൽ പശ്ചാത്തപ്രവർത്തന നിരക്ക് കൂടും. ആ മാറ്റം, അവിടെ ഉണ്ടാകുന്ന ആ മാറ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ വ്യൂഹം ശ്രമിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേശാലിയ പ്രിൻസിപ്പിൾ. ഈ ലേശാലിയ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഇതിൽ ഓക്സിജൻ കൂടുതലായിട്ട് ചേർത്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഓക്സിജൻ ഏത് ഭാഗത്താണുള്ളത്? അഭികാരങ്ങളുടെ ഭാഗത്താണ്, റിയാക്ടൻറ്റിൻ്റെ ഭാഗത്താണ്. അപ്പം ഞാൻ ഓക്സിജൻ കൂടുതലായിട്ട് ചേർത്താൽ വാട്ട് ഹാപ്പൻ ഈസ്, ആ ഓക്സിജൻ കൂടുതലായിട്ട് SO2മായി ചേർന്ന് അത് SO3 ആയിട്ട് മാറും. അതായത് ഇവിടെ ഏത് പുരോപ്രവർത്തന നിരക്ക് കൂടും, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. വെൻ ദ റിയാക്ടൻറ്റ് ഇൻക്രീസസ്, ഏത് റിയാക്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ ഓക്സിജൻ കൂട്ടിയതുകൊണ്ട് പുരോപ്രവർത്തന നിരക്ക് കൂടും. സെക്കൻഡ്, മർദ്ദം കുറയ്ക്കുന്നു. എന്താണ് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൽ മർദ്ദത്തിൻ്റെ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, മർദ്ദത്തിൻ്റെ എഫക്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഭാഗത്ത്, അതായത് റിയാക്ടറിൻ്റെ ഭാഗത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട്? 2 + 1, ടോട്ടൽ 3 നമ്പർ ഓഫ് മോൾസ് ആണുള്ളത്. ഈ ഭാഗത്ത് ടോട്ടൽ 2 നമ്പർ ഓഫ് മോൾസ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് ആണ് നോക്കുന്നത് 2, 1, ഇവിടെ 2. ഏത് ഭാഗത്താണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത്, വെൻ പ്രഷർ ഇൻക്രീസസ്, ഞാൻ പ്രഷർ കൂട്ടിയാൽ ഏത് ഭാഗത്താണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ ഭാഗത്തേക്ക് ഇക്വിലിബ്രിയം മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ 3 മോളിക്യൂൾസാണ്, ഇവിടെ 2 മോളിക്യൂൾസാണുള്ളത്. സോ ഞാനിവിടെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദിസ് സൈഡ്, ദാറ്റ് മീൻ പ്രൊഡക്റ്റ് സൈഡ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ കൂടും. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ഏത് ഭാഗത്താണ് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത്? ഈ സിസ്റ്റം റിവേഴ്സിബിൾ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതായത് അതിൻ്റെ പശ്ചാത്തപ്രവർത്തന നിരക്കാണ് കൂടുക. അതായത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ റിയാക്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ അഭികാരങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം മർദ്ദം കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, മർദ്ദം കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, ഓക്സിജൻ്റെ അളവ് കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, നമുക്കിനി 19ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 19ാമത്തത് ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയിലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഓർഗാനിക് സമയത്തിൻ്റെ ഘടനാവാക്യം തന്നിട്ടുണ്ട്. ഞാനൊന്ന് എഴുതാം. CH3 CH2 OCH3. ഓക്കെ, ഈ ഘടനാവാക്യം നമുക്ക് ഫോർമുല തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഈ സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ എ, ഈ സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ: 1 OH ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, 2 ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഹാലജൻ ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്. ഇതിൽ നമുക്കറിയാം ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 2 കാർബണിൻ്റെ ഇടയിലുള്ള ഓക്സിജൻ ഇസ് ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ആൽക്കോക്സി
ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്നാമത് ചോദ്യത്തിന് ഉത്തരമായി ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തത് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങൾ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് ഈതേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. എന്താണ്? ഈതേഴ്സ്. ഓക്കെ, ഈതറുകൾ, ഈതർ. ഓക്കെ, ഈതർ എന്നാണ് ആ പൊതുവായിട്ട് ആ തരം ഓക്സിജൻ ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന തന്മാത്രകളെ അറിയപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമറിൻ്റെ ഘടനാവാക്യവും IUPAC നാമവും എഴുതുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോളിക്യൂളിന് ഒരു ഫങ്ഷണൽ ഐസോമർ ഉണ്ട്, അതിൻ്റെ ഘടനാവാക്യം എഴുതണം, അതിൻ്റെ IUPAC നിയമം എഴുതണം. അതാണ് നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക? ഇതിൻ്റെ പേര് വരിക മെഥോക്സി ഈഥൈൻ എന്നാണ്. ഓക്കെ, മെഥോക്സി ഈഥൈൻ എന്നാണ് ഈ ഒരു ഈഥറിൻ്റെ പേര്. ഓക്കെ, മെഥോക്സി ഈഥൈൻ. ഓക്കെ, അപ്പം ദെൻ നമുക്ക് ഇതിനെ എഴുതേണ്ടത് ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമറാണ്. ഫങ്ഷണൽ ഐസോമർ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺസ്. എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? ദീസ് ആർ 8 ഹൈഡ്രജൻസ്. ഓക്കെ, 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. 3 കാർബണും 8 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉള്ള ഒരു കോമ്പൗണ്ടാണ് ഇത്. ഈ കോമ്പൗണ്ടിൻ്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഐസോമറാണ് എഴുതേണ്ടത്, പൊസിഷൻ അല്ല. ഫങ്ഷണൽ ഐസോമർ ആയതുകൊണ്ട് നമുക്ക് ആൽക്കഹോൾ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമറായിട്ട് വരിക. അപ്പം 3 കാർബണും 8 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉള്ള ആൽക്കഹോളിൻ്റെ ഘടന എഴുതണം. അപ്പം CH3 CH2 CH2 OH. നിങ്ങൾ നോക്കിയാൽ ഇതിൽ 3 കാർബൺ ഉണ്ടാവും, C3 H 8 ഉണ്ടാവും, ഒരു ഓക്സിജനും ഉണ്ടാവും. സെയിം മോളിക്യുലർ ഫോർമുല C3H8O, C3H8O, ബട്ട് they are differed by a functional group. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവരെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്താ നമ്മൾ വിളിക്കുക? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക. ഇതിൻ്റെ പേര് മെഥോക്സി ഈഥൈൻ എന്നായിരുന്നു. അപ്പം ഇതിൻ്റെ പേരോ 1 2 3 പ്രൊപ്പനോൾ. ഇതിൻ്റെ പേര് പ്രൊപ്പൈൻ പ്ലസ് ഓൾ, പ്രൊപ്പൈൻ പ്ലസ് ഓൾ, പ്രൊപ്പനോൾ എന്നോ പ്രൊപ്പൻ 1 ഓൾ എന്നോ ഇതിൻ്റെ പേര് നമുക്ക് എഴുതാം. പ്രൊപ്പൻ 1 ഓൾ ഓർ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാലും അത് ശരിയാണ്. എനിവേ പ്രൊപ്പൻ 1 ഓൾ എന്നായിരിക്കും ഇതിൻ്റെ പേര് വരിക. സോ ദിസ് ദ 19th ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 20th ക്വസ്റ്റ്യൻ. ഇതാണ് 20th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനും ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. You are given some list of some reactions, that means substitution reaction, polymerization, combustion, addition and also thermal cracking എല്ലാം തന്നിട്ടുണ്ട്. ദെൻ ആദേശ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, ജ്വലനം, താപീയ വിഘടനം, അഡീഷൻ, രാസപ്രവർത്തനം, ആ ലിസ്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. താഴെ നിങ്ങൾക്ക് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻസിൻ്റെ ഒക്കെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം. സോ നമുക്ക് ആ റിയാക്ഷൻസ് ഒക്കെ നോക്കാം. റിയാക്ഷൻസ് ഫസ്റ്റ് തന്നിരിക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഗീവ്സ് CH3 ആണ്. ഓക്കെ, ഈ റിയാക്ഷൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഒരു അപൂരിത സംയുക്തം, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, ഒരു സ്മോൾ മോളിക്യൂൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം അൺസാച്ചുറേഷൻ പോയി സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറുന്നു. അപ്പം ഒരു അപൂരിത സംയുക്തത്തിലേക്ക് ലഘു തന്മാത്രകൾ ആഡ് ചെയ്തിട്ട് അതിനെ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരു പൂരിത സംയുക്തമാക്കി മാറ്റുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡീഷൻ രാസപ്രവർത്തനം. അപ്പം ഇതിൻ്റെ പേര് അഡീഷൻ. ഓക്കെ, ഇതിൻ്റെ പേര് അഡീഷൻ രാസപ്രവർത്തനം എന്നാണ്. കെമിക്കൽ അഡീഷൻ റിയാക്ഷൻസ് ആണ് ഈ കണ്ടിരിക്കുന്നത്. അപ്പം ഒരു അൺസാച്ചുറേഷൻ വേണം, അപൂരിത സംയുക്തമായിരിക്കണം, അതിലേക്ക് ലഘു തന്മാത്രകൾ H2O അല്ലെങ്കിൽ HCl അങ്ങനെയുള്ള ചെറിയ Cl2 അങ്ങനെ ഏതെങ്കിലും ലഘു തന്മാത്രകളാവാം ആഡ് ചെയ്യുമ്പോൾ. ഫോർ അനദർ എക്സാമ്പിൾ, അഡീഷൻ മറ്റൊരു എക്സാമ്പിളാണ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഇറ്റ് ഗിവ്സ് യു CH3 CH2 Cl. CH2Cl. This is another example for addition reaction. അടുത്ത അഡീഷൻ റിയാക്ഷൻ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് ഒരു ചെറിയ തന്മാത്രയെ ആഡ് ചെയ്ത് നമുക്കൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് അഡീഷൻ രാസപ്രവർത്തനമാണ്. അപ്പം ഒന്നാമത്തെ ഉത്തരമായി അഡീഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് CH3 ഇതാണ് ക്വസ്റ്റ്യൻ. CH3 പ്ലസ് Cl2 gives CH3 CH2 Cl plus HCl. ഓക്കെ, നോക്കൂ നിങ്ങളിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പൂരിത സംയുക്തത്തിലേക്ക് ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് ഒരു
മറ്റൊരു ഒരു കോമ്പൗണ്ട് സ്മോൾ മോളിക്യൂൾ ആഡ് ചെയ്യുകയാണ് ആൻഡ് gives you CH3CH2Cl. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി ഇവിടേക്ക് ഒരു ക്ലോറിൻ കയറി വന്നിരിക്കുന്നു. സോ ഇറ്റ്സ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആദേശ രാസ പ്രവർത്തനം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ CH3, ആ CH3 ഞാൻ ഇങ്ങനെ എഴുതിയാൽ CH എന്ന് എഴുതി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ഈസ് വെൻ ക്ലോറിൻ കംസ് Cl2 ഇത് Cl2 ആണ്. ക്ലോറിൻ ഞാൻ Cl2 നമുക്ക് Cl എന്ന് എഴുതാം. ഇങ്ങനെ വരുമ്പോൾ Cl it splits and one of the chlorine substitutes this hydrogen and this hydrogen goes with it and forms what? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ഹൈഡ്രജൻ സ്ഥാനത്ത് ക്ലോറിൻ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക CH3CH2 ഇവിടേക്ക് ഒരു എച്ചിന് പകരം Cal. അപ്പോൾ CH3CH2Cl പ്ലസ് ഈ എച്ചും Clഉം കമ്പൈൻ ചെയ്താൽ പ്ലസ് HCl. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറായി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതാണ്. CH3CH2CH3 it gives you CH2 double bond CH2 plus CH4. നോക്കൂ നിങ്ങൾ CH4 നോക്കൂ നിങ്ങളവിടെ ഒരു പൂരിതമായ ഒരു സംയുക്തമാണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് കോമ്പൗണ്ട്സായി, ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടും ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നടക്കുന്നത് താപീയ വിഘടനത്തിലാണ്. അതായത് നമ്മളിവിടെ ചൂടാക്കുമ്പോഴാണ് തെർമൽ ക്രാക്കിംഗ് നടത്തുമ്പോഴാണ് നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുക. അതായത് ഒരു വലിയ ഹൈഡ്രോ കാർബൺസ് ചെറിയ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റുന്നു. നമുക്കതിനെ താപം ഉപയോഗിച്ച് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം തെർമൽ ക്രാക്കിംഗ് എന്നാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. CH4 plus 2O2 gives CO2 plus 2H2O. ഒരു ഹൈഡ്രോ കാർബൺ is combines with ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു, gives carbon dioxide and water is called ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ റിയാക്ഷൻ. ഇത് നമ്മൾ വിളിക്കുന്ന പേര് കമ്പസ്റ്റൻ. എന്താ വിളിക്കുക? കമ്പസ്റ്റൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജ്വലനം എന്ന് വിളിക്കാം. എന്താ റിയാക്ഷനാണ്? ജ്വലനം. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ ജ്വലിച്ചു കഴിഞ്ഞാൽ കമ്പസ്റ്റൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇത്രയുമാണ് നമ്മളെ SSLC മോറൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നന്നായിട്ട് അടുത്ത് വരുന്ന എക്സാമിനേഷന് നന്നായിട്ട് പെർഫോം ചെയ്യുക, ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിവേ, ഓൾ ദ ബെസ്റ്റ്.